LDF സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി UDF സർക്കാർ നിർത്തലാക്കുന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതി അവസാനിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. 35നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ് നിർത്തലാക്കുന്നത്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമായി ഉത്തരം പറഞ്ഞൊരു കാര്യമാണ്. എന്നാ കൊണ്ടുവന്നേ ഗവൺമെന്റ് തീരാൻ പോകുന്നതിന്റെ അവസാന മാസം. അതിൽ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ നയം അതല്ല. സ്ത്രീകൾക്ക് വേണ്ടി സമഗ്രമായ ഒരു പദ്ധതി 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ അത് നടപ്പാക്കും. അതിനേക്കാൾ പ്രയോജനകരമായ പദ്ധതി ഞങ്ങൾ കൊണ്ടുവരും സ്ത്രീകൾക്ക് വേണ്ടി. ഫെമിന ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെമിന, സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ ഒരു പദ്ധതിയായിരുന്നു LDF സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി. ആ പദ്ധതി ഇപ്പോൾ UDF സർക്കാർ നിർത്തലാക്കുന്നു എന്നാണ് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം പകരം മറ്റൊരു പദ്ധതി നടപ്പിലാക്കുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അതെ ആര്യ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വരുമാനമില്ലാത്ത സ്ത്രീകൾക്ക് സാമ്പത്തിക സുഗന്ധം ഉറപ്പാക്കുന്ന തരത്തിൽ കൊണ്ടുവന്ന വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതി. 35നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമണുകൾക്കും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. എന്നാൽ ഈ പദ്ധതി ഇപ്പോൾ ഇനി ഈ സർക്കാർ UDF സർക്കാർ തുടരില്ല എന്നാണ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സമഗ്രമായിട്ടുള്ള മറ്റൊരു പദ്ധതി 6 മാസത്തിനുള്ളിൽ കൊണ്ടുവരും എന്നും കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പിന് മുൻപ് മാത്രം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എന്നും UDF സർക്കാർ സമഗ്രമായിട്ടുള്ള മറ്റൊരു പദ്ധതി കൊണ്ടുവരും എന്നും അതാണ് തങ്ങളുടെ നയം എന്നുമാണ് ഇപ്പോൾ ബിന്ദു കൃഷ്ണ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിലൂടെ വ്യക്തമാകുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ LDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരുപാട് സ്ത്രീകൾക്ക് പ്രയോജനകരമായിട്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി UDF സർക്കാർ നിർത്തലാക്കുന്നു എന്നുള്ളതാണ്.